ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF Good News ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ഒരു ഒത്തുതീർപ്പ് ഇല്ലാതെ ദൈവവചനത്തെ സത്യമായിട്ട് പ്രസംഗിക്കുന്ന ഒരു ചാനലാണ്. ഏതെങ്കിലും ഒരു കൂട്ടിച്ചേർക്കലുകൾക്കോ ഒരു വെട്ടിക്കുറക്കലുകൾക്കോ ഇടയില്ലാതെ ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിത്. അതുകൊണ്ട് തന്നെ പിശാചിന് ഈ ചാനലിന് നേരെ വലിയ നോട്ടമുണ്ട്, യുദ്ധമുണ്ട്, തടുക്കലുകളുമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾ ഭയങ്കരമായ പോരാട്ടങ്ങളുണ്ടായി. എന്നാൽ അതിനെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പണസമ്പാദനത്തിന് വേണ്ടി സൂത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല. അല്പം ഒന്ന് വഴി വിട്ടിരുന്നുവെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും, വ്യൂസിൻ്റെ എണ്ണം കൂടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് അത് മാറുവാനായിട്ട് സാധിക്കും. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ആവശ്യങ്ങളെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് നിറവേറ്റി തരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ മുൻപിൽ കൈനീട്ടാതെ, ഒരു മനുഷ്യനോടും ഒരു സഹായം ഈ വിഷയത്തിന്മേൽ ചോദിക്കാതെ കഴിഞ്ഞ 33 വർഷമായി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഈ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ നടത്തുന്നു, ദൈവം ജയോത്സവമായിട്ട് എന്നെ നടത്തുന്നു, ഒന്നിനും മുട്ടില്ലാതെ എന്നെ നടത്തുന്നു. അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ട സന്ദർഭത്തിൽ പോലും ഒരു മനുഷ്യൻ്റെ സഹായം അഭ്യർത്ഥിക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഇതുവരെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. മേലിലും എന്നെ സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം അതിനുവേണ്ടി എന്നെ കരുതിയിട്ടുണ്ട്. ശരി, ഓക്കെ, നമുക്ക് ഇന്ന് വചനത്തിലേക്ക് കിടക്കാം. ഇന്ന് 91 സങ്കീർത്തനം ഒന്ന് വായിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അധികം ദീർഘിച്ച് ധ്യാനിച്ചൊന്നും പറയാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ഈ 91 സങ്കീർത്തനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. പണ്ടൊക്കെ ആളുകൾ കുഞ്ഞുങ്ങളെ ഭവനത്തിൽ നിന്ന് ജോലി സ്ഥലത്തേക്കോ പഠന സ്ഥലത്തേക്കോ ഒക്കെ അയക്കുമ്പോൾ ഈ 91 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അവരെ അനുഗ്രഹിച്ച് അയക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ ഒരു കുറവായിട്ടിരിക്കുകയാണ്. ഇന്ന് ബൈബിൾ തലനടിയിൽ വെക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. ഈ ബൈബിൾ മുഴുവൻ വായിച്ച് ഇത് ബുദ്ധിയിൽ കയറ്റി വെച്ചാൽ ഈ വചനം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ബൈബിൾ നമ്മുടെ കിടക്കുന്ന തലനടിയിൽ വെച്ചാലും പിശാചിന് നമ്മുടെ നേരെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം ഉണ്ടാകില്ല. എന്നാൽ ഈ ബൈബിളിലെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ജീവനായിട്ടിരുന്നാൽ പിശാച് നമ്മുടെ നേരെ നിൽക്കും. കാരണം ഈ വചനം ബുദ്ധിയിൽ കയറ്റി വെച്ചുകൊണ്ട് അവൻ പിശാചിന് നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യുന്നൊന്നും വരില്ല. എന്നാൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ ഇത് അനുസരിക്കുവാനും ഇതനുസരിച്ച് ജീവിക്കുവാനും നാം ശ്രമിച്ചാൽ പിശാചിന് നമ്മളെ ഭയമാണ്. അവൻ നടുനടുങ്ങും, അവൻ നമ്മളെ ടാർഗറ്റ് ചെയ്യും, അവൻ നമുക്ക് വേണ്ടി കെണികളൊരുക്കും. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ യഹോവ അവനെ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കും. അതുകൊണ്ട് ഈ സങ്കീർത്തനം ഒരു വിടുതലിൻ്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം പിശാചിൻ്റെ അറ്റാക്കിൽ നിന്ന് നമുക്ക് മോചനം തരുന്ന ഒരു സങ്കീർത്തനമാണ്. രാത്രിയിലും പകലിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇതൊന്ന് വായിക്കാൻ തൊക്കെ ആഗ്രഹിക്കുകയാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് 91 സങ്കീർത്തനം. യഹോവയെക്കുറിച്ച്, അവനെൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസത നിനക്ക് പലകയും പരിചയമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. അവൻ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് നമ്മെ വിടുവിക്കും. അനവധി വലകൾ, കുരുക്കുകൾ പിശാച് ഒരുക്കി കാത്തു വെച്ചിരിക്കുകയാണ് ദൈവമക്കളെ വീഴിക്കുവാൻ തക്കവണ്ണം. അങ്ങനെ നാം പിശാചിൻ്റെ വലയിൽ വീഴാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അതിൽ വിടുവിക്കും എന്നുള്ളത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മളെ മറയ്ക്കും. രാത്രിയിലെ ഭയം, രാത്രി അനാവശ്യമായിട്ട് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഒരു കാരണമില്ലാതെ വന്നുകൂടുന്ന ഭയം, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ഭയം നമ്മളെ പിടികൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് നമ്മുടെ സമീപത്ത് ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ സമീപത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭയം നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ പിശാച് നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാം സ്തുതിച്ചുകൊണ്ടിരിക്കണം, നാം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, 91 സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഭയം മാറിപ്പോകും, പിശാച് വിട്ടുപോകും, സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ ഇടയായിട്ട് തീരും. അവിടെ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നാം
കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടതുവശത്ത് പലതും നടക്കും. 1000 പേര് അവിടെ വീണേക്കാം. നമ്മുടെ വലതുവശത്ത് പലതും നടക്കും. 10,000 പേര് അവിടെ വീണേക്കാം. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. കാരണം നീ ദൈവത്തിൻ്റെ ചിറകിൻ്റെ സംരക്ഷണയുടെ കീഴിലാണ്. നിന്നെ ഭയങ്കരമായിട്ട് ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നു. നിന്റെ തലയിലെ മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും അവനറിയാൻ നിലത്ത് വീഴുകയില്ല. നീ എത്ര വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണെന്നറിയാവോ ദൈവവൈതലേ? അതുകൊണ്ട് നീ ഈ സങ്കീർത്തനം ധ്യാനിച്ചു കൊള്ളണം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കണതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നീ വീട് വിട്ട് പുറത്ത് പോകുമ്പോൾ, നീ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, നീ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ, നീ വണ്ടി ഓടിച്ച് പോകുമ്പോൾ, അതെ, നിനക്ക് കാവലായിട്ട് അവൻ തൻ്റെ ദൂതന്മാരോട് കമാൻഡ് ചെയ്യും. നോക്കിക്കോണം, എൻ്റെ കുഞ്ഞങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ നീ നോക്കിക്കോണം. പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിലും ചെറികളിലും പെടാതെ, ആക്സിഡൻറ്റ് സ്പിരിറ്റുകൾ ഒരുക്കി വെച്ചിരിക്കുന്ന പിശാചിൻ്റെ വലയിൽ പെടാതെ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണം ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. 91-ാം സങ്കീർത്തനം വായിച്ചിട്ട് പുറത്തേക്ക് പോകണം. നിന്റെ എല്ലാ വഴികൾ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കണതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിച്ചു കളയും. അതെ, കർത്താവ് പറഞ്ഞു, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പിശാചിനെ നാം പേടിക്കരുത് കേട്ടോ, ഒരിക്കലും. കാരണം പിശാച് ഒന്നാമത് പരാജയപ്പെട്ടവനാണ്. തന്നെയല്ല, നമ്മുടെ കാൽക്കീഴ് ദൈവം അവനെ ആക്കി തന്നിട്ടുണ്ട്. അവൻ കൊണ്ടുവരുന്ന അസ്ത്രങ്ങളോ അമ്പുകളോ എല്ലാം ഒടിച്ച് അവനെ നമ്മുടെ കാൽക്കീഴെ ചവിട്ടി അരയ്ക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഒരു സ്ഥലം വാങ്ങി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു വസ്തു ഉള്ള ആളുണ്ടായിരുന്നു. അയാൾ കുറച്ച് ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അയാളുടെ പറമ്പിലുള്ള വസ്തുവിലുള്ള വിറക് കൂട്ടത്തിനകത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഒരു രാത്രിയിൽ. ഞാൻ കാണുന്ന സ്വപ്നം എങ്ങനെയാണ്, ഞാൻ വീടിൻ്റെ വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ അയാളുടെ വിറക് കൂട്ടത്തിനകത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ പാമ്പിൻ്റെ ഒരു കുഞ്ഞു തല കാണാം. അപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് ചെന്നു. പാമ്പാണോ അരണയാണോ എന്ന് അറിയാനായിട്ട് അങ്ങ് ചെന്നു. അപ്പോഴേക്കും എന്നെ കണ്ടോ ഈ പാമ്പ് പതുക്കെ പിന്നാമ്പറം ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോയി. അങ്ങനെ ഒഴിഞ്ഞ് മാറിപ്പോയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ധൈര്യത്തിൽ മുന്നോട്ട് ചെന്നു. അങ്ങനെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് വഴി മാറി വേറൊരു വഴിയിലൂടെ വന്നിട്ട് അത് ഒരു ഭീമാകാരമായ ഒരു മുതലയുടെ വലിപ്പത്തിൽ കാർപോർച്ചിനുള്ളിലേക്ക് ചാടി. ഞാൻ പെട്ടെന്ന് ഭയന്നു പോയി. ഞാൻ സ്വപ്നത്തിൽ എഴുന്നേറ്റു. എന്നെ കുറച്ച് സമയത്തേക്ക് ഭയം പിടിച്ചു. ഇത്രയും വലിയൊരു പാമ്പോ? ഒരു കുഞ്ഞു തല പോലെയാണ് കണ്ടത്. എന്നാൽ കൂടി വന്നാൽ 2 അടി നീളത്തിൽ ഉണ്ടായിരുന്നൊരു പാമ്പ് ഇപ്പോൾ ഭീമാകാരമായ ഒരു സർപ്പമായിട്ട് അത് മാറി അത് കാർപോർച്ചിലേക്ക് ചാടി. ഞാൻ കുറച്ച് ഭയപ്പെട്ടു. ഞാനൊരു ദേവദാസനോട് ചോദിച്ചു, ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് സർപ്പത്തിൻ്റെ ആവിയാണ്, നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. അതിനെ നിർമ്മൂലമാക്കാൻ നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഉപവാസം എടുത്തു. ആദ്യ ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല. 2ാമത്തെ ദിവസം രാത്രി ഒരു 2 മണിക്ക് 2ാമത്തെ നിലയുടെ മുകളിൽ ഫ്രണ്ടിലൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ മുൻപിൽ ഒരു കസേര ഇട്ടിട്ട് ഞാൻ മുട്ടുമേൽ നിന്ന് ആ കസേരയിൽ കൈകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിന് 2 മണിക്കാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പുറത്തേക്ക് നോക്കും, ആളുകൾക്ക് അതിൽ നടന്നു പോകുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഇടയ്ക്ക് കണ്ണ് തുറന്നൊന്ന് പുറത്തേക്ക് നോക്കും. വീണ്ടും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഒന്ന് പുറത്തേക്ക് നോക്കും, വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു ചെറിയ ഗ്രില്ലുണ്ട്, പാരപ്പറ്റിൻ്റെ ഒരു ചെറിയ ഗ്രില്ല്. ആ ഗ്രില്ലിൽ ഞാൻ കണ്ട അതേ ഡിസൈനിലുള്ള ആ പാമ്പ് ആ ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ തൊട്ടടുത്ത്. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നിൻ്റെ സമയം കഴിഞ്ഞു, അനങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് വടിയെടുക്കാൻ പോയാൽ ഒരു പക്ഷേ ഇവൻ ചാടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും പാമ്പ് അപ്രത്യക്ഷമാകും. അടിച്ചാലും ചിലപ്പോൾ അങ്ങോട്ട് പോയേക്കാം. ചാടിപ്പോയാൽ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എന്തായാലും അത് മറഞ്ഞു പോയിരിക്കും. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ പതുക്കെ കസേര അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് എൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ്, ഒരു സാധാരണ ചപ്പലാണ്, ആ ചപ്പലെടുത്തിട്ട് കൈ പുറത്തേക്ക് ഇട്ടിട്ട് അകത്തേക്ക് അടിച്ചിട്ടിട്ട് എൻ്റെ ഉറക്കം കളഞ്ഞതിനും എന്നെ കഷ്ടപ്പെടുത്തിയതിനും പ്രതിഫലമായിട്ട് ഞാൻ ആ പാമ്പിനെ അരച്ച് അതിനെ കൊന്നുകളഞ്ഞു രാത്രി 2 മണിക്ക്. നമ്മളെ സർപ്പത്തെ ദൈവം കനവിൽ കാണിച്ചു തരുമ്പോൾ നമുക്കെതിരെ മന്ത്രവാദം ചെയ്തത് മൂലം വന്ന ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ അതിനെ കൊന്നു കളഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം ഒരാഴ്ചക്കുള്ളിൽ ആ വ്യക്തി എന്നോട് പോലും പറയാണ്ട് സ്ഥലം വിട്ടിടുന്നു പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, അവിടെ പറയുകയാണ്, സിംഹത്തിനുമേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവ് നമുക്ക് ദീർഘായുസ് നൽകുന്ന ദൈവമാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് അപകരിച്ചു കൊണ്ട് പോകുന്നവനല്ല.
നാം ഈ വചനപ്രകാരം ജീവിക്കുമ്പോൾ, ഈ വചനം നമ്മുടെ ഉള്ളിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, നാം കർത്താവിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ആക്സിഡൻറ്റും വരുത്തുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നാം പോകുന്ന വഴിയിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ കാത്തുകൊള്ളും. ഏതെല്ലാം ശത്രു കെണികൾ ഒരുക്കിയാലും ഹാമാൻ കഴിമരം തീർത്തതുപോലെ മാത്രമായിരിക്കും. കാരണം ശത്രു ഒരുക്കുന്ന കെണിയിൽ ശത്രു തന്നെ വീഴും. നമ്മളെ അതിൽ അകപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കാരണം അവൻ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പോകുന്നതും വരുന്നതും എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തന്നെയല്ല, അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് പോകേണ്ട സൂക്ഷിച്ചോളെന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച രാത്രിയിലും നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കുന്നത് ഒരു പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വളരെ നല്ലതാണ്. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒത്തുതീർപ്പായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളോടൊന്നും ഈ സന്ദേശമില്ല. കാരണം അവർക്കൊന്നും പിശാച് അവരെ ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നേരെ പിശാചിൻ്റെ ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് അല്പം ജാഗ്രതയോടെ ഇരുന്ന് മുന്നോട്ട് പോകാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസത്തിനും വചനത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 91-ാം സങ്കീർത്തനം ഓരോ വാക്യങ്ങളും വായിച്ചതിന് ആമേൻ പറയുവാൻ നിൻ്റെ മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന സംരക്ഷണത്തിനും കർത്താവെ ഉറപ്പിനും ബലത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങൾ കരുതുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും വിശേഷം പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അനേകരെ ഈ വീഡിയോ കാണുവാൻ, അനേകരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് കെട്ടുന്ന എല്ലാ കെട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.